മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ വിത്തുകൾ, അത് ഏതിൻ്റെ ആയിക്കോട്ടെ, പഴങ്ങളുടെ ആയാലും പച്ചക്കറിയുടെ ആയാലും അതുപോലെ തന്നെ പിന്നെ ചീരയുടെയൊക്കെ ആയാലും ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച് എങ്ങനെയാണ് പിന്നീട് നമ്മൾ കൃഷി ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പലരും എന്നോട് തന്നെ നേരിട്ട് ചോദിക്കുകയുണ്ടായി, ഫോണിലൂടെയൊക്കെ ചോദിക്കുകയുണ്ടായി, അവരെടുത്ത് വെക്കുന്ന വിത്തുകൾ പലതും കിളിക്കുന്നില്ല, അത് കിളിർത്ത് വരുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ അതിനൊക്കെ ഉള്ള മറുപടി കൂടിയാണ് ഈ വീഡിയോ എന്ന് ഞാൻ സദയം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാതൃസസ്യം, അതായത് വിത്തിന് ശേഖരിക്കാൻ, വിത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാതൃസസ്യം കരുത്തുള്ള നല്ല ശക്തമായ മാതൃസസ്യമായിരിക്കും. നല്ല രീതിയിൽ വളർന്നു വരുന്ന രോഗബാധകൾ, കീടബാധകൾ ഒന്നുമില്ലാത്ത ഒരു സസ്യത്തിൽ നിന്ന് വേണം നമ്മൾ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാനുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ കായ്കൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉണ്ടമുളക് കൃഷി നല്ല ആദായം കിട്ടുന്ന, നല്ല വരുമാനം കിട്ടുന്ന ഒരു വിളയാണ്. ഇപ്പം നല്ല വിലയുണ്ട്, അതുപോലെ തന്നെ വലിയ മുതൽ മുടക്കമൊന്നുമില്ല, ഒരുപാട് സ്ഥലവിസ്തൃതിയൊന്നും വേണ്ട. അപ്പോൾ ഈ ഉണ്ടമുളക് നല്ല വലിപ്പമുള്ള, നല്ല മുളവുള്ള ഒരു ഉണ്ടമുളവാണിത്. അപ്പോൾ ഇത് എനിക്ക് 10 മൂട് ഉണ്ടമുളകുണ്ട്. അതിലെ ഒരു മൂട്ടിൽ നിന്നാണ് ഞാൻ ഈ വിത്തുകൾ എടുക്കാൻ വേണ്ടിയുള്ള മുളക് പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുളവിന് യാതൊരു വിധത്തിലുള്ള കീടരോഗബാധകളൊന്നുമില്ല, അതുപോലെ തന്നെ നല്ല കായ്ഫലമൊക്കെ ഉണ്ട്. ആ മുളവിൽ നിന്നാണ് ഞാനത് പറിച്ചെടുത്തത്. അപ്പോൾ ആ മുളവിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ ഒരു ഡിഷിലോ വല്ലോ വെച്ച് നമ്മൾ തണലത്ത് വെക്കുക. ഒരിക്കലും ഇത് പറിച്ചെടുത്ത് നമ്മൾ വെയിലത്ത് വെക്കരുത്. നേരിട്ട് സൂര്യപ്രകാശം വെക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വിത്തുകൾക്ക് കേടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് സൂര്യപ്രകാശത്ത് വെക്കരുത്. അപ്പോൾ ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ജലാംശം പറ്റിപ്പോകും. ജലാംശം പറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഇതിനകത്തിരിക്കുന്ന വിത്തുകൾ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എടുക്കുന്ന വിത്തുകൾ നമുക്ക് അത് നല്ല കോട്ടൺ തുണികളിൽ പൊതിഞ്ഞാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതല്ല, വിൽക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു 6 മാസത്തിനകം തന്നെ നമ്മൾ അതിൻ്റെ അരികൾ ഏതെങ്കിലും തരത്തിൽ വിറ്റഴിക്കണം. ഇനിയും 6 മാസം കഴിഞ്ഞാലും, ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ വിത്തുകൾ കിളിച്ച് വരണമെങ്കിൽ ഇതിനകത്തുനിന്ന് അരി നീക്കം ചെയ്തിരിക്കുക. ഈ തോടിനകത്ത് തന്നെ, ഈ മുളകിൻ്റെ തോടിനകത്ത് തന്നെ അരി ഇരുന്നാൽ എത്ര നാൾ കഴിഞ്ഞാലും അരികൾ കിളുത്ത് വരും. ഇനിയും നമ്മൾ അരികളായിട്ടാണ് എടുക്കുന്നത്. അതിപ്പോൾ 6 മാസം കഴിഞ്ഞ് 7-8 മാസമായി, 8-7 മാസമായെങ്കിൽ പോലും നമുക്ക് ഇത് പിന്നെ പാവിയതിന് ശേഷം, ഇത് പാകുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ അരികളൊക്കെയാണ് ഈ മുളകിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പാകുമ്പോൾ അരിച്ച ചെറിയ പൂഴിമണ്ണ്, കല്ലൊന്നുമില്ലാത്ത പൂഴിമണ്ണ് കുറച്ച് നേരിയ തോതിൽ മാത്രമേ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തെളിഞ്ഞ കഞ്ഞിവെള്ളം, അതായത് കഞ്ഞിവെള്ളം നേർപ്പിച്ചതോ അതല്ലെങ്കിൽ സൂഡോമോണസ് ലായനിയോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എത്ര വർഷം പഴക്കമുള്ള വിത്തുകളാണെങ്കിലും അത് കിളിർത്ത് വരും. അതുകൊണ്ട് വിത്തുകൾ കിളിർക്കാതിരിക്കുന്നതിന് യാതൊരു സംഗതിയില്ല. പിന്നെ മറ്റൊന്ന്, ധാരാളം മണ്ണ്, ഒരുപാട് മണ്ണ് ഒരു കാരണവശാലും ചെറിയ വിത്തുകളുടെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും വെള്ളം തെളിക്കരുത്. നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു നേരം മാത്രം, കഴിയുന്നു വൈകുന്നേരങ്ങളിൽ മാത്രം കുറച്ച് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് അത് കിളിച്ച് വരും. അത് ദിവസവും ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ തണലത്ത് നമ്മളിത് സൂക്ഷിക്കുകയും ചെയ്യണം. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം മഞ്ഞപ്പൊടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുത്താൽ മതി. മണ്ണിൻ്റെ മുകളിൽ അപ്പം മഞ്ഞപ്പൊടി വിതർന്നുണ്ടെങ്കിൽ ഉറുമ്പുണ്ടാകത്തില്ല. അപ്പം ഇതിനെ സംബന്ധിച്ച ഒരേകദേശ രൂപം നമുക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക്, ഇത് മത്തയാണ്. മത്ത, പാവല്, പടവലം, വെള്ളരി, കുമ്പളം, ഇതിൻ്റെയൊക്കെ അരി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വിത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് തന്നെ നല്ല കരുത്തോടെ വളർന്ന് കിടക്കുന്നതും ധാരാളം കായ്കൾ ലഭിച്ചതുമായ ഒരു മാതൃസസ്യത്തിൽ നിന്ന് വേണം നമ്മൾ വിത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി എടുക്കുന്ന ആ കുമ്പളങ്ങ ആയാലും മത്തങ്ങ ആയാലും അത് ആ വള്ളിയെ തന്നെ കിടക്കണം. ആ ചുവട്, അപ്പോൾ മത്തയും കുമ്പളമൊക്കെ അത് ഹ്രസ്വകാല വിളകളാണ്. ഒരു നിശ്ചിത കാലം കഴിഞ്ഞുണ്ടെങ്കിൽ അത് പഴുത്തു പോകും. അങ്ങനെ നമ്മൾ വിത്തിന് വേണ്ടി എടുക്കുന്ന ആ കായ ആ വള്ളിയെ തന്നെ നമ്മൾ സൂക്ഷിച്ച് മറ്റ് കേടുപാടുകളൊന്നും വരാതെ മറ്റ് ജന്തുക്കളൊന്നും തിന്നാത്ത രീതിയിൽ അത് പൊതിഞ്ഞ് സൂക്ഷിക്കുക. ആ വള്ളി ഉണങ്ങിക്കരിഞ്ഞതിന് ശേഷം, ആ ചുവട് ഉണങ്ങിക്കരിഞ്ഞതിന് ശേഷം മാത്രമേ ആ മാതൃസസ്യം നമ്മൾ പറിച്ചെടുക്കാവൂ. അതിനുശേഷം അത് കീറി അതിൻ്റെ വിത്തെടുത്ത് നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ കഴുകണം. ഇല്ലെങ്കിൽ ഉറുമ്പ് കയറി ആ വിത്ത് തിന്നാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് തണലത്ത് വെച്ച് വേണം നമ്മൾ ഉണക്കാൻ. തണലത്ത് വെച്ച് ഉണക്കി നമ്മൾ നല്ല കോട്ടൺ തുണിയിൽ കെട്ടി സൂക്ഷിക്കാം. അങ്ങനെ 6 മാസം വരെ സൂക്ഷിക്കാം. അതല്ല, അപ്പം നമ്മൾ പിന്നെ ഇത് സൂക്ഷിക്കുന്നുണ്ട് 6 മാസത്തിൽ കൂടുതൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അമിതമായ ചൂടോ അമിതമായ തണുപ്പോ അടിക്കാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം.
ഇതും അതുപോലെ തന്നെ എത്ര നാൾ ആയാലും മറ്റ് കേടുപാടൊന്നുമില്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും നമുക്കിത് കിളിപ്പിച്ചെടുക്കാം. ഇത് കിളിപ്പിക്കുമ്പോഴും ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് മാത്രമേ നമ്മൾ ഇടാവൂ. കിളുത്ത് വരുമ്പോൾ നേർപ്പിച്ച കഞ്ഞിവെള്ളമോ സൂഡോമോണസ് ലായനിയോ നമ്മൾ തളിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് അത് കിളുത്ത് വരും. മത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പോഷകസമ്പുഷ്ടമാണ്. ഏതൊരു മനുഷ്യർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാർഷിക വിള കൂടിയാണ്, പച്ചക്കറി കൂടിയാണ് മത്തങ്ങ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഈ ചീരയാണ്. ചീരയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചീര വർഗ്ഗം എന്ന് വെച്ചാൽ വെളുത്ത ചീരയാണ്, വെള്ളച്ചീര. അതായത് പച്ചച്ചീര, വെളുത്തയില പച്ചച്ചീര, പച്ച ഇലയുണ്ടാകുന്ന ചീര. അപ്പം ഈ ചീര ഇതുപോലെ തന്നെ നമുക്ക് വലുതായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. നല്ല വളമൊക്കെ കൊടുക്കാമെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിത് വളർന്നു വരും. അപ്പം ഈ വിത്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചീരയുടെ ഏതെങ്കിലും ഒരു ശിഖരം നമ്മൾ മുറിക്കാൻ നിർത്തുക. ഒരു ചീര എന്ന് വെച്ചാൽ നല്ല ഇല, ഇഷ്ടംപോലെ ഇലയുള്ള പടർപ്പുള്ള നല്ല കളറുള്ള ആ ചീര വേണം നമ്മൾ മാസത്തിന് എടുക്കുക. അങ്ങനെ ആ ഒരു ഇല, ഒരു തണ്ടലെ, ഒരു ശിഖരത്തിലെ ഇലകൾ നമ്മൾ വെട്ടാതിരിക്കുകയെങ്കിൽ അതിൽ ധാരാളമായിട്ട് പൂക്കളുണ്ടാകും. ഇതിപ്പം 2 ശിഖരത്തിലെ പൂക്കളാണ്. ഈ പൂക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചീരയും ഹ്രസ്വകാല വിളയാണ്. കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ആ സമയം ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഇതുപോലെ തണ്ടോടുകൂടി അറുത്തിയെടുത്ത് ഒരു ചാക്കിലോ വല്ലം വെച്ച് നമ്മൾ തണലത്ത് വെച്ച് ഉണക്കി അതിന് ശേഷം വേണം ഇതിൻ്റെ അരി എടുക്കാൻ. അതും ചീര പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചീരയുടെയൊക്കെ മുകളിൽ, അരിയുടെ മുകളിൽ കുറച്ച് കനത്തിൽ മാത്രമേ മണ്ണിടാവൂ, കൂടുതൽ മണ്ണിടരുത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും പാകിയതിന് ശേഷം അത് കിളുത്ത് വരുന്നുണ്ടെങ്കിൽ 4-5 ഇലയാവുന്നതിനെ നമുക്ക് വേണമെങ്കിൽ അത് പറിച്ചു നടാൻ സാധിക്കും. ചീര, പച്ചച്ചീര യാതൊരു വിധമുള്ള സംരക്ഷണവും ഇല്ലാതെ തന്നെ ഇതിൻ്റെ അരി എവിടെയെങ്കിലും കൊണ്ട് ചേറിക്കഴിഞ്ഞാൽ തന്നെ കിളിച്ചു വരുന്ന, നമുക്ക് സമർത്ഥമായ ഇലകൾ ലഭിക്കുന്ന ഒരു പച്ചക്കറി വിളയാണ് ചീര എന്ന് പറഞ്ഞാൽ. പിന്നെ പല വിധത്തിലുള്ള വെണ്ടകൾ ഇപ്പം നമുക്കുണ്ട്. നമുക്ക് ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്, അതുപോലെ തന്നെ പച്ച വെണ്ടയുണ്ട്, ചുവന്ന വെണ്ടയുണ്ട്. ഈ വെണ്ടകളെല്ലാം ഇതുപോലെ തന്നെ വെണ്ട, ഈ ആനക്കൊമ്പൻ വെണ്ട എന്നൊക്കെ പറഞ്ഞാൽ 1 വർഷം കഷ്ടിച്ച് വളരുന്നതാണ്. മരവെണ്ട എന്ന് പറഞ്ഞാൽ ദീർഘകാലം വിളവ് വരുന്നതാണ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് അതിൽ നിന്ന് പഴുക്കുമ്പോൾ, വെണ്ട നിന്ന് തന്നെ പഴുക്കുന്നുണ്ടെങ്കിൽ അതും മാതൃസസ്യം, നല്ല മാതൃസസ്യമായിരിക്കണം. വെണ്ടയിൽ നിന്ന് പഴുക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങ് അടർത്തിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കണം. എടുത്തതിന് ശേഷം തണലത്ത് വെച്ച് ഉണക്കി വേണം ഇത് സൂക്ഷിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ നടാനാണെങ്കിൽ ഇതിനകത്ത് തന്നെ സൂക്ഷിക്കാം. നടുന്ന സമയത്ത് മാത്രം ഇത് പൊട്ടിച്ചെടുത്ത് വിത്തെടുത്ത് നമുക്ക് പിന്നെ നടാം. അപ്പം വെണ്ട നല്ല പോഷകസമ്പുഷ്ടമായ ഒരു വിളയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിത്ത് സൂക്ഷിക്കേണ്ടത്, വിത്ത് എടുക്കേണ്ടത്. വിത്ത് ശേഖരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ശേഖരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ വിത്ത് പാവുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വിത്തുകൾ നഷ്ടപ്പെടത്തില്ല. നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ അത് കിളുത്ത് നല്ല രീതിയിൽ ആദായം ലഭിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷിയെ സംബന്ധിച്ച അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.